അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. നമ്മുടെ മഹാന്മാരായ സഹോദരന്മാർ, സഹോദരിമാർ, ഹാജിമാർ, അവരുടെ അമലുകൾ, പരിശുദ്ധ ഹറമിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു വളരെ എളുപ്പത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. വൈകാത്ത ഭാവിയിൽ ഹജ്ജിന്റെ അമലിലേക്ക് ചേരാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകട്ടെ. അറഫ നോമ്പ് എല്ലാവരുടെ മനസ്സിൽ വലിയ ബഹുമാന പുരസ്സരം കാണപ്പെടുന്ന ഒരു വലിയ സങ്കല്പമാണ്. അറഫ നോമ്പ് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 അന്ന് നമ്മൾ എല്ലാവരും നോമ്പെടുക്കാറുണ്ട്. ദുൽഹിജ്ജ 9 അറിയപ്പെടുന്നത് യൗമ അറഫ എന്നാണ്. ദുൽഹിജ്ജ 9 പ്രാധാന്യം പോലെ തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രാധാന്യമാണ് ദുൽഹിജ്ജ 8 നോമ്പിനും. ദുൽഹിജ്ജ 8ഉം 9ഉം പരമാവധി നോമ്പുകാരായി തന്നെ ഇരിക്കുക എന്നത് നമുക്ക് രണ്ട് ലോകത്തും നേട്ടമുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ ആദരണീയമാണെന്ന് ഇസ്ലാമികമായ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ പലവട്ടം ആവർത്തിച്ചു പറയുന്നുണ്ട്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള 3 ദിവസങ്ങളാണ് ദുൽഹിജ്ജ 10 എന്ന വലിയ പെരുന്നാളിന്റെ ദിവസവും, ദുൽഹിജ്ജ 9 എന്ന യൗമു അറഫയും, ദുൽഹിജ്ജ 8 എന്ന യൗമു തർവിയയും. ഈ 3 ദിവസങ്ങളെ അമലുകൾ കൊണ്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുദീർഘമാക്കുന്നില്ല. ദുൽഹിജ്ജ 9 അന്ന് നോമ്പെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന 5 നേട്ടങ്ങളെ കുറിച്ച് പരിശുദ്ധമായ പ്രമാണങ്ങൾ പരിധിയാൽ നമുക്ക് കൃത്യമായി ബോധ്യമാകുന്നതാണ്. അതേക്കുറിച്ച് ഒന്ന് അല്പം പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുൽഹിജ്ജ 9 നോമ്പിനോടൊപ്പം ദുൽഹിജ്ജ 8 നോമ്പിനും നാം ആ ഒരു പരിഗണന നൽകേണ്ടത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചെയ്തേ പറ്റൂ. കാരണം ദുൽഹിജ്ജ 9 പല നിലക്കുള്ള അനുമാനങ്ങൾ ദുൽഹിജ്ജ 8 നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 ദിവസത്തെ നോമ്പിന് മുഹറം 9, 10 എന്ന പോലെ തന്നെ ദുൽഹിജ്ജ 8, 9 എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്നത് സാന്ദർഭികമായി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അറഫ നോമ്പ് എന്നറിയപ്പെടുന്ന ദുൽഹിജ്ജ 9 അന്നത്തെ നോമ്പിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 5ഓളം നേട്ടങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഈ 5 നേട്ടവും ആരും പാഴാക്കരുത്. ദുനിയാവിലും നേട്ടമുണ്ട്, ആഖിറത്തിലും നേട്ടമുണ്ട്. ആ 5 നേട്ടങ്ങളുടെ ഒരു അല്പ വിശകലനവും കൂടി ചേർത്താണ് ഇന്നത്തെ നമ്മുടെ കൂടിക്കാഴ്ചയെ ആഗ്രഹിക്കുന്നത്. സർവശക്തൻ ഈ 5 നേട്ടങ്ങളും കിട്ടിയവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഒന്നാമത്തെ നേട്ടം, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്നുള്ളതാണ്. ദുൽഹിജ്ജ 9 നോമ്പ് കൊണ്ട് നമുക്ക് പാപങ്ങൾ പുറത്തെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ നേട്ടം, നമ്മുടെ ആഖിറത്തിലെ ദറജ ഏറി കിട്ടും, വലിയ ദറജ പദവി കിട്ടും. മൂന്നാമത്തെ നേട്ടം, നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് ഒരു കാവലായി ഈ ദുൽഹിജ്ജയുടെ 9 നോമ്പ് ഒരു പ്രതിബന്ധം തീർക്കുന്നതാണ്. അതായത് നമുക്ക് ആ നോമ്പെടുക്കുന്ന ആൾക്ക് തെറ്റ് ചെയ്യാതെ നമ്മെ പൈശാചികമായ പ്രേരണകളിൽ നിന്നും പ്രചോദനങ്ങളിൽ നിന്നും ഈ നോമ്പ് മുഖേന അള്ളാഹു ഒരു കാവൽ നൽകും എന്നുള്ളതാണ്. തെറ്റുകൾക്ക് കാവൽ നൽകും. നാലാമത്തെ പ്രത്യേകത, ഒരു മനുഷ്യൻ ശരാശരി ചെയ്യുന്ന തെറ്റിന്റെ തോത് കുറച്ച് കളയും ഈ നോമ്പ്. നമുക്ക് തെറ്റ് പെരുപ്പിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തു വരുമ്പോഴേക്കും പെട്ടെന്ന് ഓർമ്മ വരും, പടച്ചോനെ തെറ്റായി പോയല്ലോ എന്ന്, അഥവാ തെറ്റ് ചെയ്യാണി തന്നെ. അപ്പൊ തെറ്റിന്റെ ഇസ്തിഖ്സാർ, അതിന്റെ വർധനവിനെ കാവൽ നിൽക്കും ദുൽഹിജ്ജ 9 നോമ്പ്. ഇപ്പൊ 4 പറഞ്ഞു. 5ാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ് വർദ്ധിക്കും എന്നുള്ളതാണ്. ആയുസ്സിൽ വർധനവ് കിട്ടുമെന്നുള്ളതാണ്. ഇതിനെ പ്രാമാണിക അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. കൃത്യമായ ഹദീസും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ കൃത്യമായ എവിഡൻസും ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ചെറിയ രീതിയിൽ നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ക്രോഡീകരണത്തിന്റെ ഒരു വിശകലനം മാത്രമാണ് നമ്മുടെ ഈ വാക്കുകൾ. അള്ളാഹു നമുക്ക് അറിവിലും അമലിലും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, ഈ നോമ്പ് കൊണ്ട് അറഫ ദിവസം എന്നറിയപ്പെടുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ 9 ദിവസത്തെ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആദ്യം പറഞ്ഞ നേട്ടം നമ്മുടെ പാപം പൊറുക്കാൻ പറ്റുന്നുള്ളതാണ്. അതേക്കുറിച്ചുള്ള പ്രതിപാദ്യം നോക്കിക്കോളൂ. സാന്ദർഭികമായി പറയാം, ദുൽഹിജ്ജ 8 നോമ്പിനും ഇതേ പ്രാധാന്യം നാം കാണേണ്ടതുണ്ട്. ദുൽഹിജ്ജ 8 കുറിച്ചുള്ള ഒരു ചെറിയ പരാമർശം നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഇടയിൽ ഉദ്ധരിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഒന്നാമത്തെ നേട്ടം പാപം പൊറുക്കലാണല്ലോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം, നബി ഖതാദ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. ഒരു സഹാബി പ്രമുഖന്റെ ചോദ്യമുണ്ട്, അൻ സൗമി യൗമി അറഫ, നബിയെ ദുൽഹിജ്ജ 9 അന്നത്തെ നോമ്പ്, അതായത് യൗമു അറഫയുടെ നോമ്പ്, അതേക്കുറിച്ചൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് നമ്മുടെ വിഷയം. യുകഫിറു സനത്തൽ മാലിയ, കഴിഞ്ഞ ഒരു വർഷത്തെ നിന്റെ പാപം അള്ളാഹു പുറത്തു തരും ആ നോമ്പ് മുഖേന. ഒരു വർഷത്തെ പാപം പൊറുക്കും. എത്ര പാപങ്ങളായിരിക്കും ഒരു വർഷം ഒരു മനുഷ്യൻ ചെയ്യാൻ? ഒരാഴ്ചയിലെ പാപം തന്നെ എഴുതി വെക്കാനും ഓർത്തു വെക്കാനും ഒരു മനുഷ്യന് കഴിയുന്നില്ല. ഒരാഴ്ചയിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മ തന്നെയല്ല. ഒരു കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തു തരും. കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപം പൊറുക്കും. ദേ ഇപ്പോ നീ നിലകൊള്ളുന്ന ഈ വർഷം, അതിലെ പാപങ്ങൾ നിനക്ക്, അതായത് 2 വർഷത്തെ പാപം പൊറുക്കൽ. ഇപ്പോൾ നീ ജീവിക്കുന്ന ഇവിടെ മുതൽക്ക് ബാക്കിലേക്ക് ഒരു കൊല്ലവും, ആ നോമ്പ് പിടിച്ചിട്ട് കൊണ്ടിരിക്കുന്നതിന്റെ മുന്നിലേക്ക് ഒരു കൊല്ലവും, അങ്ങനെ 2 കൊല്ലത്തെ പാപം അള്ളാഹു പൊറുക്കുന്ന ഒരു വലിയ പ്രതിഫലമാണ് യൗമു അറഫയുടെ നോമ്പ്, അതായത് ദുൽഹിജ്ജയുടെ 9 അന്നത്തെ നോമ്പിനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രതിഫല വാഗ്ദാനം കിട്ടുന്ന ഒരു ഒറ്റ നോമ്പ് വേറെ കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് 2 കൊല്ലത്തെ പാപം അള്ളാഹു പൊറുക്കും എന്ന് പറയപ്പെടുന്ന ഒരു ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലത്തെ ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്ത് നോമ്പ് നമുക്ക് വേറെ കാണാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ സുന്നത്ത് നോമ്പുകളൊക്കെ ഒരു ഫർള് നോമ്പ് കലാവിട്ടുക എന്ന അവസരമായി ഉപയോഗിച്ച ഫർള് കലാവിടലും അന്നത്തെ ദിവസം നോമ്പ് ഉണ്ടാവുക വഴി ആ സുന്നത്തിന്റെ കൂലിയും കിട്ടും, 2ഉം കിട്ടും. അപ്പൊ നെയ്യത്ത് ചെയ്യുമ്പോൾ 2ഉം കൂടി നെയ്യത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഫർള് കലാവിട്ടുന്ന നെയ്യത്ത് ചെയ്താലും ഇത് സാധ്യമാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, പാപം പൊറുക്കുക എന്ന ഒന്നാമത്തെ നേട്ടം ഈ നോമ്പ് കൊണ്ട്, ദുൽഹിജ്ജയുടെ 9 ദിവസത്തെ നോമ്പ് കൊണ്ട് നമുക്ക് സാധ്യമാകും. 2 കൊല്ലത്തെ പാപ പൊറുക്ക സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കണ്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 അന്ന് മാത്രമല്ല നോമ്പെടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആഘോഷിച്ചു, ആത്മീയമായി ആഘോഷിച്ചു, അമലുകൊണ്ട് ആഘോഷിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി പറയുന്നത് കണ്ടോളൂ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസവും റസൂലുള്ളാഹിക്ക് നോമ്പായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ആ ഹദീസ് പറയുന്നുണ്ട്, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 9 ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പായിരുന്നു. അപ്പോ ദുൽഹിജ്ജ മാസത്തിൽ അതിന്റെ 9 ദിവസം നോമ്പെടുക്കുന്ന ആൾക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന അനർഘമായ 5 നേട്ടങ്ങളിൽ ഒന്നാമത്തേത് പാപങ്ങൾ അള്ളാഹു പൊറുക്കും. കണക്കില്ലല്ലോ, 2 കൊല്ലത്തെ പാപം പൊറുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിന്റെ കണക്കില്ല, അത്രയും പാപം പൊറുക്കും എന്നുള്ളതാണ്. ഇനി കണ്ടോളൂ, ഈ നോമ്പ് എടുക്കുക വഴി നമ്മുടെ ആഖിറത്തിലേക്കുള്ള ദറജ ഏറി കിട്ടും, വലിയ ദറജ കിട്ടും. ഈ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും കഷ്ടി പാസ് മാർക്കോട് കൂടെ കടന്നു ചെല്ലല്ല ചെയ്യാ, നല്ല പ്രൗഢമായ മാർക്കോട് കൂടെ സ്വർഗപ്രവേശം നമുക്ക് സാധ്യമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എങ്ങനെയാലും സ്വർഗത്തിലേക്ക് എത്തല്ല കിട്ടാ, എങ്ങനെയാലും സ്വർഗത്തിൽ പോലല്ലോ. സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഏറ്റവും ഉന്നതമായ കാര്യങ്ങളെ തന്നെ ചോദിക്കണം, ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്നാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കെന്തേ അങ്ങനെ പോയിക്കൂടെ? അപ്പൊ സ്വർഗത്തിലേക്ക് എത്താനുള്ള നമ്മുടെ പദവി, അല്ലെങ്കിൽ സ്വർഗത്തിലെത്തിയാലുള്ള വലിയ പദവി അള്ളാഹു നൽകും എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ അറഫ നോമ്പ് എന്നറിയപ്പെടുന്ന ദുൽഹിജ്ജയുടെ 9 ദിവസത്തെ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന 2ാമത്തെ നേട്ടം നമ്മുടെ ദറജ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് സംബന്ധമായിട്ട് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ആധികാരികമായ ഇടപെടൽ, ആധികാരികമായ നിലപാട് കേട്ടോളൂ. യുസന്നു, സുന്നത്താണ്, സുന്നത്താക്കപ്പെടും. ബൽ യുതഅക്കദു, സാധാരണ സുന്നത്തല്ല, വളരെ ശക്തമായ സുന്നത്താണ്, ശക്തമായ സുന്നത്ത്. അപ്പൊ സാധാരണ സുന്നത്തല്ല, സുന്നത്തിൽ തന്നെ നല്ല പ്രതിഫലമുള്ള സുന്നത്താണ്. യുതഅക്കദു സൗമു അറഫത ലിഗൈരി ഹജ്ജിൻ വമുസാഫിർ, അറഫാ ദിവസം എന്ന ദുൽഹിജ്ജ 9 അന്നത്തെ ദിവസത്തെ നോമ്പ് ഹജ്ജിലായിരിക്കുന്ന ആൾക്ക് സുന്നത്തില്ല, യാത്ര പോകുന്നവനും സുന്നത്തില്ല, അല്ലാത്ത എല്ലാവർക്കും എല്ലാ നാട്ടിലും ശക്തമായ സുന്നത്താണ്. നിലാവ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ദുൽഹിജ്ജ 9ഉം ദുൽഹിജ്ജ 8ഉം ഒക്കെ നമ്മൾ തരംതിരിക്കുന്നത്. അപ്പൊ അറഫയിൽ നിൽക്കുന്ന അന്ന് തന്നെ പിടിക്കണം എന്നല്ല, അറഫാ ദിവസം എന്നറിയപ്പെടുന്ന ദുൽഹിജ്ജ 9 അന്ന് പിടിക്കണം എന്നാണ്.
അപ്പോൾ നമ്മുടെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇസ്ലാമിക കർമ്മശാസ്ത്രം ദുൽഹിജ്ജ 8-ന്റെ അന്ന്, അതായത് മിക്കവാറും ഹാജിമാർ ഹറമില് പരിശുദ്ധമായ അറഫയിൽ നിൽക്കാൻ സാധ്യത ഉള്ളത് അവരുടെ ദുൽഹിജ്ജ 9 നമുക്ക് 8 ആയിരിക്കും. അപ്പൊ ആ തലേന്ന് 8-ന്റെ ഒന്നും നോമ്പെടുക്കണം, സൂക്ഷ്മതയാണത്. 8, 9 നമുക്ക് നോമ്പ് സുന്നത്താ. യൗമ അറഫ എന്നറിയപ്പെടുന്നത് ദുൽഹിജ്ജ 9 ആണ്. അപ്പൊ 9-ന്റെ ആനുകൂല്യം 8-ലേക്കും ചേർക്കപ്പെട്ടിട്ടുണ്ട്. 8-ന്റെ അന്ന് 9-ന്റെ ആനുകൂല്യങ്ങൾ കിട്ടാം. കാരണം സൂക്ഷ്മതയാണ്, ഈ 9 എന്ന ദിവസത്തിന്റെ സൂക്ഷ്മതയാണ് 8-ലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അതേ പരിഗണന തന്നെ ഉണ്ടാവാം, അതേ കൂലി തന്നെ കിട്ടാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശക്തമായ സുന്നത്താണ് ദുൽഹിജ്ജ 9-ന്റെ അന്നത്തെ നോമ്പ്. എന്താ നേട്ടെന്താ? ഇപ്പൊ നിലവിൽ അവൻ നിൽക്കുന്ന ആ സമയം മുതൽക്ക് ബാക്കിലേക്ക് ഒരു കൊല്ലവും, അവൻ നിൽക്കുന്ന ആ സമയം മുതൽക്ക് ഫ്രണ്ടിലേക്ക് ഒരു കൊല്ലവും, ഇങ്ങനെ മുന്നും പിന്നുമായിട്ട് 2 വർഷത്തെ പാപം ആ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും. നേരത്തെ ഹദീസിൽ അത് പറഞ്ഞതാണ്, ഫിഖ്ഹു എന്ന് കൂടി പറയുന്നു. ഇനി കേട്ടോളൂ, ഇവിടെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞോടത്ത് വൽ മുഖഫറു, പൊറുക്കപ്പെടുന്ന പാപം അസ്വഗായിറുൽ വാഖിഅതു ഫിസ്സനതൈനി, ഈ 2 കൊല്ലങ്ങളിലായി സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതുമായ ചെറുപാപങ്ങളാണ്. ചെറുപാപങ്ങളാണ്. വൻപാപങ്ങൾ 7 അല്ലെങ്കിൽ അതിനോടടുത്ത് വരുന്ന ഒരു സംഖ്യയൊക്കെയാണ് വൻപാപങ്ങളുള്ളത്. ആ വൻപാപങ്ങളല്ലാത്ത ചെറുപാപങ്ങൾ, ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ പാപങ്ങളും മിക്കവാറും ചെറുപാപം. അത് ചെറുതായി കാണാൻ വേണ്ടി പറയുന്നതല്ല, ചെറുപാപം എന്ന് അതിന് പറയാം. പക്ഷെ അത് തൗബ ചെയ്യേണ്ടവരും കാര്യങ്ങളൊക്കെ അത് പുറത്തു തരാൻ വേണ്ടി ചില അമലുകൾ കൊണ്ട് സാധ്യവും. അത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യത്തിന്റെ രീതിയാണത്. ഏതായാലും പാപങ്ങൾ പൊറുക്കും, പാപങ്ങൾ പൊറുക്കും. മാത്രവുമല്ല ഫഇല്ലം തകുൻ ലഹു സഗായിറു, ഒരാൾക്ക് അങ്ങനെ ഇനി പാപങ്ങളൊന്നും ഇല്ലെങ്കിൽ, പാപമൊന്നും ചെയ്യാത്ത സ്ഥിതിക്കാണ് അവൻ ഈ നോമ്പെടുക്കുന്നതെങ്കിൽ അവന് ലഭിക്കുന്നത് റുഫിഅത് ദറജതുഹു, അവന്റെ ദറജയെ നാളത്തേക്ക് ഉയർത്തി കൊടുക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ പദവിയായിരിക്കും അവൻ സ്വർഗത്തിൽ വരുമ്പോൾ, വലിയ ആളായിട്ടാ വരാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ 2ാമത്തെ നേട്ടാതാ പറഞ്ഞത് ദറജ ഏറുമെന്നത്. ഇനി കേട്ടോളൂ, ഔ വുഖിയ ഇഖ്തിറാഫഹ, അല്ലെങ്കിൽ അവന് കാവൽ നൽകപ്പെടും. 3ാമത്തെ നേട്ടം, അവൻ പാപം ചെയ്യുക എന്നതിനോട് വെറുപ്പാണ് എന്ന അവസ്ഥയിലൂടെ അവന് പാപം ചെയ്യാത്ത അവസ്ഥയിലായി അവനൊരു കാവൽ കിട്ടും, പൈശാചികമായ കാവൽ കിട്ടും. പൈശാചികമായ അവസ്ഥകൾക്ക് തൊട്ട് ഒരു കാവൽ കിട്ടും. കാരണം പാപം ചെയ്യുന്നതിനോട് അവന് വെറുപ്പായി, ആ ഒരു രീതി അവന്റെ പ്രകൃതമായി മാറും. അപ്പൊ അവൻ പാപം ചെയ്യാതെ ഒരു കാവല കിട്ടുന്നത് ഈ നോമ്പ് കൊണ്ടത് സാധ്യമാണ് എന്ന് ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു. അപ്പൊ 3 നേട്ടമായി. പാപം ചെയ്യുന്നതിന് തൊട്ട് കാവലാണ്. 4ാമത്തെ നേട്ടം, ഇനി എങ്ങാനും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അവൻ അതിൽ നിന്ന് പിൻവാങ്ങും. കാരണം അതിന്റെ പെരുപ്പത്തിലേക്ക് അവൻ പോലും, അല്ലോ തെറ്റായി പോയല്ലോ എന്ന രീതിയിൽ ഒരു മടുപ്പ് വേഗം വരും. ഔ ഇസ്തിക്സാറഹ, അവന് അള്ളാഹു കാവലായി നൽകും. തെറ്റ് പെരുപ്പിക്കലിനെ തൊട്ട് അവന് കാവൽ നൽകും. ഇപ്പൊ 4 കാര്യങ്ങളായി. പാപം പൊറുക്കും, ദറജയേറും, തെറ്റുകൾ ചെയ്യാതെ കാവൽ നൽകും, അഥവാ തെറ്റെങ്ങാനും സംഭവിച്ചാൽ അത് പെരുത്തു വരാതിരിക്കാൻ വേണ്ടി വീണ്ടും ഇസ്തിക്സാറിനും കാവൽ നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഈ ദുൽഹിജ്ജ 9-ന്റെ ദിവസത്തെ നോമ്പെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന 5 നേട്ടങ്ങൾ ഇപ്പൊ 4 പറഞ്ഞു. ഇനി 5ാമത്തെ നേട്ടം ആയുസിന്റെ വർധനമാണ്. ഇൻഷാ അല്ലാഹ് താഴെ ഹദീസ് പറയുന്നുണ്ട്. ഈ 4 നേട്ടങ്ങൾ അല്ലെങ്കിൽ ഈ 5 നേട്ടങ്ങൾ നമ്മൾ ദുൽഹിജ്ജ 8-ന്റെ അന്നും പ്രതീക്ഷിക്കേണ്ടതാണ്. അതും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം വയുതഅക്കദു സൗമു സമാനിയത്തി ഖബല അറഫ, ഇആനത്തു ത്വാലിബീനിൽ മഹാനായ സയ്യിദുൽ ബക്കരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കിതാബുകളിലുമുണ്ട്. അറഫ ദിവസം എന്ന ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസത്തിന്റെ തലേ ദിവസമായ ദുൽഹിജ്ജയുടെ 8ാമത്തെ ദിവസം ഇതുപോലെ തന്നെ നോമ്പ് ശക്തമായ സുന്നത്താണ്. ഏതുപോലെ? ദുൽഹിജ്ജ 9-ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവിടെ ഉണ്ടാവാം. ദുൽഹിജ്ജ 8-ന്, ദുൽഹിജ്ജ 8ഉം 9ഉം ശക്തമായ സുന്നത്താണ്. ഇനി കേട്ടോളൂ, എന്തുകൊണ്ടാണ് ഈ 8, 9 എന്ന പരിഗണന വന്നത്? 8 എന്നതിന് ഇത്രയും ശക്തമായ സുന്നത്ത് കൊടുക്കാൻ കാരണം ഒരു പക്ഷേ ഒരു സൂക്ഷ്മതയാണ്. അന്നാണ് അറഫ ദിവസം യഥാർത്ഥമെങ്കിൽ എന്നതിലേക്കൊരു സൂക്ഷ്മത. മിക്കവാറും നമ്മുടെയൊക്കെ നാടുകളിൽ 9 ആവുമ്പോഴായിരിക്കും, നമ്മുടെ നാടുകളിൽ 8-ന്റെ അന്നായിരിക്കും, നമ്മുടെ നാടുകളിൽ 8-ന്റെ അന്നായിരിക്കും മക്കത്ത് 9 ആവാം. അപ്പൊ ആ 9-നോട് ഇവിടുത്തെ 8-കാര് സാദൃശ്യമായി അവരോട് ഏകദേശം സമാനതകൾ പുലർത്തി ഇവിടെയും അമല് കൊണ്ട് വ്യാപൃതരാകുന്നു. അവിടെ 9 ആയിരിക്കുമ്പോൾ നമുക്കിവിടെ 8 ആയിരിക്കും. അപ്പോ ഒരു സൂക്ഷ്മതയാണ് 1ാമത്തെ കാര്യം. 8-ന്റെ നോമ്പിന്റെ ശ്രേഷ്ഠതകൾ 1ാമത്തെ കാര്യം ഒരു സൂക്ഷ്മതയാണ്. 9 ആകുമോ എന്നുള്ള സൂക്ഷ്മത.
മഹാനായ സയ്യിദുൽ ബക്കരി തന്നെ യാനത്തിൽ അത് കൃത്യമായി തന്നെ ആ വിഷയം പറയുന്നുണ്ട്, സൂക്ഷ്മത. രണ്ടാമത്തെ, ആ നോമ്പിന് 8ന്റെ അന്ന് നോമ്പിന് ശ്രേഷ്ഠത കൂടാനുള്ള രണ്ടാമത്തെ കാരണം, ഇത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം ആദരണീയാണെന്ന് പറഞ്ഞല്ലോ. അടിസ്ഥാനപരമായി ആ 10ൽപ്പെട്ട ഒരു ദിവസമാണല്ലോ ഇത്. ആ രീതിയിൽ ഇതിന് ശ്രേഷ്ഠത വന്നു. അതാണ് ഈ ദുൽഹിജ്ജ 8ന്റെ അന്നത്തെ നോമ്പിന് ഇത്രയും വലിയ ശ്രേഷ്ഠത വരാൻ കാരണം. ഒന്ന്, അറഫ ദിവസമാവുമോ എന്നതിന്റെ ഒരു സൂക്ഷ്മതയും, രണ്ട്, ആദ്യത്തെ 10 ദിവസങ്ങൾ പ്രാധാന്യമുള്ളത് ദുൽഹജ്ജില് ആ 10 ദിവസത്തിൽപ്പെട്ട ഒരു ദിവസമാണല്ലോ അടിസ്ഥാനപരമായത്. അപ്പൊ ഈ 2 കാരണങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ദുൽഹിജ്ജ 8ന്റെ നോമ്പിന് ഇത്ര വലിയ പ്രാധാന്യം വന്നത്, ശ്രേഷ്ഠത വന്നത്. ദുൽഹിജ്ജ 9ന്റെ നോമ്പിനും അങ്ങനെ ഉണ്ട്. ഒന്ന്, അറഫയുടെ ദിവസം എന്ന പ്രതീകാത്മകമായ ഒരു ശ്രേഷ്ഠത ഉണ്ട്. പിന്നെ ആദ്യത്തെ 10ൽപ്പെട്ടതാണല്ലോ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം വളരെ ആദരണീയമാണ്. അതിൽപ്പെട്ടതാണല്ലോ അടിസ്ഥാനപരമായി ഈ 9ന്റെ ദിവസം. ആ 2 പരിഗണന കൊണ്ടും ദുൽഹിജ്ജ 9ന്റെ നോമ്പും ശക്തമായ സുന്നത്താണ്. ദുൽഹിജ്ജ 8ന്റെ നോമ്പെടുക്കുന്ന ആളെ കുറിച്ച് ഒന്ന് ഇടക്കൊന്ന് പറയാന്ന് പറഞ്ഞല്ലോ. ദുൽഹിജ്ജ 8ന്റെ നോമ്പെടുക്കുന്ന ആൾക്ക് നമ്മൾ മുമ്പ് പറഞ്ഞതാ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം ഇമാം ഖസാലിയുടെ മുക്കാശഫയിൽ കാണാം. മൻ സാമ യൗമ തർവിയ, തർവിയത്തിന്റെ ദിവസം, അതായത് ദുൽഹിജ്ജ 8ന്റെ അന്ന് ആരെങ്കിലും നോമ്പെടുക്കുന്നുവെങ്കിൽ അഅതാഹുല്ലാഹു സവാബ സ്വബിരി അയ്യൂബ് അലൈഹിസ്സലാം അലാ ബലാഇഹി, അല്ലാഹു തആല 18 വർഷം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗം കൊടുത്ത് പരീക്ഷിച്ചപ്പോൾ ആ രോഗത്തിൽ ആ മഹാനവറുകൾ സഹിച്ചു ക്ഷമിച്ച് കഴിഞ്ഞപ്പോ അള്ളാഹു അന്ന് ആ മഹാന് കൊടുത്ത പ്രതിഫലം എന്തോ, പടച്ച റബ്ബേ, ഒരു നബിക്ക് നീ കൊടുത്ത 18 കൊല്ലത്തെ രോഗം സഹിച്ചതിന് കിട്ടുന്ന പ്രതിഫലം, അതുപോലത്തെ ഒരു രോഗം വേറെ ആർക്കും അതുപോലെ വന്നിട്ടില്ലല്ലോ. ആ 18 കൊല്ലം മഹാൻ സഹിച്ചു ക്ഷമിച്ചപ്പോൾ കിട്ടിയ ആ വലിയ പ്രതിഫലം, ഒരു നബി എന്ന നിലയിൽ എന്തുമാത്രം ഇഖ്ലാസ് ഉണ്ടാവും ആ ഹൃദയത്തിൽ അള്ളാഹ് കൊടുത്ത ബലാഇനെ അഭിമുഖീകരിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു പ്രകൃതത്താൽ ആ മഹാൻ സ്വായത്തമാക്കിയ പ്രതിഫലം എന്തോ ചിന്തിച്ചാൽ എവിടെ എത്തൂല നമ്മൾ. അത്രയും വലിയൊരു പ്രതിഫലം ഒരു ഇഖ്ലാസുമില്ലാത്ത നമുക്ക് അള്ളാഹു ആ മഹാന്റെ പ്രതിഫലം പോലത്തെ ഒരു പ്രതിഫലം നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ദിവസം നോമ്പെടുത്ത? ദുൽഹിജ്ജയുടെ 8ന്റെ അന്ന് നോമ്പെടുത്ത. ഇനി കേട്ടോളൂ, ദുൽഹിജ്ജയുടെ 9ന്റെ അന്ന് നോമ്പെടുത്താൽ ഇമാം ഖസാലിയുടെ മുക്കാശഫയിൽ തന്നെ കാണാം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, പിറ്റേ ദിവസം ദുൽഹിജ്ജയുടെ 9ന്റെ അന്ന് നോമ്പെടുത്തു കഴിഞ്ഞാൽ മൻ സാമ യൗമ അറഫ അഅതാഹുല്ലാഹു മിഥല സവാബി ഈസ അലൈഹിസ്സലാം, സയ്യിദുനാ റൂഹുല്ലാഹി നബി ഈസ അലൈഹിസ്സലാം. വലിയ മഹാനല്ലേ ഈസാ നബിക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം എത്രയാ? ആ മഹാനെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിച്ചതും ഒരുപാട് പീഡന, താടനങ്ങൾ, വഞ്ചനകൾ, ചതിപ്രയോഗങ്ങളുടെ ഇടയിലൂടെ ജീവിച്ച് പ്രിയപ്പെട്ട മാതാവിന്റെ സംരക്ഷകനായി ഖുർആൻ ചരിത്രമായി ഉദ്ധരിച്ചിട്ടുള്ള വലിയ മഹത്വമുള്ള മോനാണ് ഈസാ അലൈഹിസ്സലാം. ആ മഹാനായ നിബിതങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ആ വലിയ പ്രതിഫലമായിരിക്കാം ദുൽഹിജ്ജയുടെ 9ന്റെ അന്ന് നോമ്പെടുക്കുന്ന ആൾക്ക് അള്ളാഹു നൽകാ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അറഫാ ദിവസവും, അതായത് ദുൽഹിജ്ജയുടെ 9ഉം അതിന്റെ തലേ ദിവസവും നമുക്ക് ശക്തമായ സുന്നത്താണ് ആ 2 ദിവസത്തെ നോമ്പ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ ദുൽഹിജ്ജ മാസത്തിലെ 9ന്റെ അന്നത്തെ, അതോടൊപ്പം തന്നെ 8ന്റെ അന്നത്തെ നോമ്പ് എടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന 5 നേട്ടങ്ങൾ എന്ന് പറഞ്ഞു വെച്ചോടത്തിൽ 4 പറഞ്ഞിട്ടുള്ള 5-മത്തേലേക്ക് ഇതേ കടന്നു വരുന്നു. ആ 4 ഒന്നും കൂടി പറയാം. പാപം പൊറുക്കൽ സംഭവിക്കും, ദറജ വർദ്ധിക്കും, പാപം ഒന്നുമില്ലെങ്കിൽ ദറജ വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ നമുക്ക് കാവലായി തെറ്റിനോട് മുഷിപ്പും വെറുപ്പും നമ്മുടെ മനസ്സിൽ തന്ന് ഈ നോമ്പ് മുഖേന അള്ളാഹു അങ്ങനത്തെ ഒരു പ്രകൃതം നമുക്ക് നൽകും. അതായത് തെറ്റ് ചെയ്യാതെ കാവൽ നൽകും. 4 പറഞ്ഞത്, ഇനി അഥവാ എങ്ങാനും വല്ല തെറ്റ് ചെയ്ത് പോവാണെങ്കിൽ തുടക്കം തന്നെ അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു മടുപ്പ്, വേഗം ഒരു മനസ്സ് കൊടുക്കും അള്ളാഹു. അതായത് ഇസ്തിഗ്ഫാർ, തെറ്റിന്റെ പെരുപ്പം സംഭവിക്കാതെ ഉള്ള ഒരു കാവൽ നൽകും. ഇനി 5 പറയുന്നു, ആയുസ് വർദ്ധിക്കും. 5-മത്തെ നേട്ടം ആയുസ് വർദ്ധിക്കലാണ്. ആയുസ് വർദ്ധിക്കൽ എങ്ങനെയാണ്? ആയുസ് വർദ്ധിക്കുന്ന ഹദീസിൽ തന്നെ ഉണ്ട്. ആയുസ് വർദ്ധിക്കുമെന്ന ഹദീസിൽ തന്നെയുണ്ട്. 2 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പാപം പൊറുക്കാൻ 2 കൊല്ലത്തെ കാര്യം പറഞ്ഞപ്പോ വരാനിരിക്കുന്ന ഒരു കൊല്ലം പറഞ്ഞല്ലോ. ഈ കൊല്ലത്തെയും ഇനി വരാനിരിക്കുന്ന കൊല്ലത്തെയും. അങ്ങനെ വരാനിരിക്കുന്ന കൊല്ലം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു കൊല്ലവും കൂടി അവൻ ഉറപ്പായും ജീവിക്കുന്ന, ഒരു കൊല്ലവും കൂടി അവൻ ഉറപ്പായും ജീവിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും കൊണ്ടാണ് നോമ്പ് പിടിപ്പിക്കുക, ആ ദീർഘായുസ് വിട്ട് എല്ലാ കൊല്ലവും പിടിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്മാരുടെ മരണം ഇങ്ങനെ ഒരു സാധാരണ സംഭവമായിട്ട്
പെട്ടെന്നുള്ള മരണങ്ങളാ. എവിടെയാ ഇന്ന് ഒരാൾ കുറെ കാലങ്ങളോളം തളർന്നു കിടന്നും പ്രായാധിക്യം കൊണ്ടും ഒക്കെ ജീവിച്ച് അവസാന മരണത്തിലെത്തുക എന്ന ആ പഴയ ആ ഓർമ്മയൊന്നും ഇന്നില്ല ആർക്കും. കാരണം എന്താ, ഇന്ന് വേഗം ഈ വാഴ വെട്ടിയിട്ട പോലെയാണ് ആളുകൾ നിലം പതിക്കുന്നത്. വേഗത്തിലുള്ള മരണം. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. പടച്ചറബ് ആയുസ്സും ആരോഗ്യം നൽകട്ടെ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന്റെ മരുമകൻ ഒറ്റ ദിവസമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയുള്ളൂ. ICUവിൽ ഒറ്റ ദിവസം. 32 വയസ്സേ ഉള്ളൂ ആ ചെറുപ്പക്കാരൻ. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരന് ഹാർട്ട് സംബന്ധമായ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടായി എന്നല്ലാതെ ഒരു അറ്റാക്ക് പോലും അല്ലാത്ത അവസ്ഥയിൽ പെട്ടെന്നുള്ള ഒരു മരണം സംഭവിച്ചത്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ രീതിയിൽ മരണങ്ങൾ ചുറ്റുവട്ടത്ത് മനുഷ്യ ആയുസ്സിനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ അറഫ നോമ്പ് കൊണ്ട് നമുക്ക് ആയുസ്സിൽ വർധനവ് കിട്ടും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇടയ്ക്കൊന്ന് പറയാം, പാപം പൊറുക്കും എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇവിടെ ഈ പാപം പൊറുക്കുന്നോടത്ത് മറ്റു മനുഷ്യന്മാരെ വേദനിപ്പിക്കുകയോ അവരോട് വല്ല പൊരുത്തപ്പെടിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ പോയി പൊരുത്തപ്പെടിച്ചിട്ട് വേണം ഈ അറഫ നോമ്പിന്റെ പാപം പൊറുക്കലിനെ പ്രതീക്ഷിക്കാൻ. അറഫ നോമ്പിന്റെ അന്ന് നമുക്ക് ദുൽഹിജ്ജ 9 നോമ്പിന് നമുക്ക് പാപങ്ങൾ പൊറുക്കും ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരൊക്കെ പിണക്കി അവരെ വെറുപ്പിച്ച് അവരുടെ പൊരുത്തമല്ലാതെ നടന്ന പാപം പൊറുക്കലുണ്ടാവില്ല. കാരണം മഹാന്മാരായ ഫുഖഹ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നിഹായയിൽ കാണാലോ, വൽ മുക്കഫിറു അസ്സഗായിറു അല്ലത്തി ലാ തതഅല്ലഖു ബിഹഖ്ഖിൽ ആദമി ഇതിൽ കബായിറു ലാ യുകഫിറുഹാ ഇല്ല തൗബത്തു സ്വഹീഹത്തു വഹുഖൂഖുൽ ആദമി മുതവഫിഖത്തുൻ അലാ റിളാഹു ഫഇൻ ലം തകുൽ ലഹു സഗായിറു സീദ ഫീ ഹസനാതിഹി. സുദീർഘമായി തന്നെ നിഹായ പറയുന്നുണ്ട്. അതായത് മനുഷ്യന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പൊരുത്തപ്പെടിക്കൽ നടക്കാതെ പൊറുക്കാത്ത പാപങ്ങളാണ് ആ പൊരുത്തപ്പെടിച്ചു വന്നാൽ ആ പാപം അള്ളാഹു പൊറുക്കും. ആ പൊരുത്തപ്പെട്ട് അയാളുടെ ഒരു പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രം പൊറുക്കുന്ന പാപങ്ങൾ അയാളുടെ പൊരുത്തം തന്നെ വാങ്ങണം. എന്നിട്ട് അള്ളാഹുവോട് പൊറുക്കൽ തേടിയാൽ ആ പൊറുക്കൽ കിട്ടൂ. എന്നിട്ട് അള്ളാഹുവോട് അറഫയുടെ നോമ്പെടുത്ത് നമ്മൾ ബന്ധപ്പെട്ടാലാണ് ആ പാപം പൊറുക്കൽ സംഭവിക്കൂ. അപ്പോൾ ആളുകൾ പൊരുത്തപ്പെടേണ്ടതാണ്. അത് റബ്ബുമായി ബന്ധപ്പെട്ട ഹക്കുകളല്ല, ജനങ്ങളായിട്ട് ബന്ധപ്പെട്ട ഹക്കുകളിൽ അത് നമ്മൾ പൊരുത്തപ്പെടിച്ചേ പറ്റൂ, ഹക്ക് തീർത്തേ പറ്റൂ. എന്നാലേ ഈ പൊറുത്തു തരിക എന്നത് സംഭവിക്കാം. വൈകിപ്പിക്കുന്നില്ല, നേരെ വരുന്നു. 5ാമത്തെ നേട്ടം ആയുസ്സിന്റെ വർധനവാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി തന്നെ ഹദീസിൽ പറഞ്ഞു, ആയുസ്സിൽ വർധന ഉണ്ടാവും. അടുത്ത ഒരു കൊല്ലത്തെ ദോഷങ്ങൾ മാപ്പ് നൽകുമെന്ന് നബിതങ്ങൾ പറഞ്ഞത് അറഫ നോമ്പെടുക്കുന്നവർക്ക് അടുത്ത ഒരു വർഷവും കൂടി ആയുസ് ലഭിക്കും എന്ന് തന്നെയാണ്. സ്വഹാബികൾ അത് കറ്റൻട്രി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ആ ആയുസ് വർദ്ധിക്കുമെന്നുള്ളതിന് ഇനി വേറെ ഒരു സാഹിത്യമോ അല്ലെങ്കിൽ അത് വെറുതെ ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് ഒന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. ആയുസ് വർദ്ധിക്കുക തന്നെ ചെയ്യും. കേട്ടോളൂ, മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കേട്ടോളൂ. മഹാനായ സയ്യിദുൽ ബക്രി അവിടുത്തെ ഇആനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കൊല്ലത്തെയും അടുത്ത കൊല്ലത്തെയും പാപമാണ് പൊറുക്കുന്നത് എന്നാണ് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നതെങ്കിൽ ഈ കൊല്ലം അവൻ എന്തായാലും ജീവിക്കും. അതല്ല, അവന്റെ കഴിഞ്ഞ കൊല്ലം അവൻ ഇപ്പൊ നിലനിൽക്കുന്ന ദിവസം മുതൽക്ക് ബാക്കിലേക്കാണെങ്കിൽ അവൻ ഇനി നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ടുള്ള ഒരു കൊല്ലം പാപം പൊറുക്കുമെന്നാണ് പറഞ്ഞതിനർത്ഥം. അങ്ങനെ അവൻ ഈ കൊല്ലം എന്തായാലും അവൻ മരിക്കൂല. ഈ കൊല്ലം പൂർത്തിയായ അടുത്ത കൊല്ലത്തിലെത്തുന്നവർ എന്തായാലും അവൻ മരിക്കൂല. ഫീ ദാലിക ബുഷ്റ, അതിലൊരു സന്തോഷമില്ലേ, അതിലൊരു സന്തോഷമില്ലേ. അറഫ നോമ്പ് കൊണ്ട്, ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസത്തെ നോമ്പ് കൊണ്ട് ഇങ്ങനെ സാധ്യമാകും. ഫീ ദാലിക ബുഷ്റ, അതിലൊരു സന്തോഷമില്ലേ. സന്തോഷമുണ്ട്. അല്ലാഹു ആ സന്തോഷം തരട്ടെ. ഇനി കേട്ടോളൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ മഹാനായ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹ് മുസ്ലിമിലുള്ള ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്നോണം സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൃത്യമായി ഈ വിഷയത്തിന്റെ നബി തങ്ങളുടെ നിലപാടിനെ കുറിച്ച് പറയുന്നത് കണ്ടോളൂ. അതായത് വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപം പൊറുക്ക എന്ന് പറഞ്ഞത് ആയുസ്സിന്റെ വർധനവിലേക്കുള്ള സൂചനയാണ് എന്നത് ഹദീസിന്റെ ആലങ്കാരിക പ്രയോഗമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോളൂ. മഹാനവറുകൾ പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വഹാദിഹി ബുശ്റ ബിഹയാത്തി സനത്തിൻ മുസ്തഖ്ബിലത്തിൻ ലിമൻ സാമഹു. ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം നോമ്പെടുക്കുന്ന ആൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു 8ഉം കൂടി അതിനോട് ചേർക്കേണ്ടതാണ്. ദുൽഹിജ്ജയുടെ പവിത്രമായ 2 ദിവസങ്ങൾ നോമ്പെടുക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല ഒരു വർഷത്തെ ആയുസ്സും കൂടി കൂട്ടിക്കൊടുക്കുന്നു എന്നതുകൊണ്ടുള്ള സന്തോഷം ഈ പറയപ്പെട്ട നബി വചനത്തിനുണ്ട്. കാരണം റസൂലുള്ളാഹി തമാശ പറഞ്ഞങ്ങനെ വെറുതെ ആളെ വട്ടാക്കുന്ന സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. ഇത് ഹുവ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബശ്ശറ ബികഫാറതിഹാ, പാപം പൊറുക്കും അടുത്ത കൊല്ലത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫദല്ല ലിസ്വാഇഹിമി അലൽ ഹയാതി ഫിഹാ. അപ്പൊ അടുത്ത കൊല്ലവും കൂടിയ നോമ്പുകാരൻ ജീവിക്കണം എന്നാണല്ലോ അതിന്റെ ന്യായം. അടുത്ത കൊല്ലം പാപം പൊറുക്കാൻ. അവൻ അടുത്ത കൊല്ലം പാപം ചെയ്താലുള്ള അടുത്ത കൊല്ലത്തെ പാപം ഉണ്ടാവും. അപ്പൊ അടുത്ത കൊല്ലം അവൻ പാപം ചെയ്യാനായിട്ട് ജീവിക്കണമല്ലോ. അപ്പോ അങ്ങനെ വരുമ്പോൾ അവന് അടുത്ത കൊല്ലം പാപം ചെയ്തോളാനല്ല പറഞ്ഞതിനർത്ഥം. അടുത്ത കൊല്ലം പാപം പൊറുക്കണേ. അടുത്ത കൊല്ലം ആള് ജീവിച്ചിരിക്കെ അടുത്ത കൊല്ലത്തെ ജീവിതത്തിലെ പാപങ്ങളാണല്ലോ പൊറുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവൻ ആ ഒരു കൊല്ലം ജീവിക്കണമല്ലോ. ഇത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാഴ്വാക്കുകൾ പറയൂല. ഖുർആന്റെ ആയത്താണത്. ചുമ്മാ തോന്നുന്നൊന്നും പറയുന്ന ആളല്ല, പറഞ്ഞത് ഫലിച്ചേയിരിക്കൂ, നടക്കാത്തൊന്നും പറയൂല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അലംഘനീയമായ വഹയിന്റെ പ്രഖ്യാപനമാ ആ പറയപ്പെട്ട അടുത്ത കൊല്ലത്തെ ആയുസ് ഈ ഹദീസിന്റെ സൂചനയായി കയറി വന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറഫ നോമ്പ് കൊണ്ട് ആയുസ് വർദ്ധിക്കുമെന്നത് ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പ്രബലമായ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ആനത്ത് ത്വാലിബീൻ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി കണ്ടോളൂ, നമ്മുടെ ഓർമ്മ നമ്മൾ മാത്രം ഇപ്പൊ ഈ ദിവസത്തെ കുറിച്ച് പരിഗണിക്കുന്നു എന്ന്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവജാലങ്ങൾ അള്ളാഹുവിനെ തിരിഞ്ഞവരാ. അവരൊക്കെ അള്ളാഹുവിനെ തിരിഞ്ഞവരാ. ഓരോ ജീവജാലങ്ങൾക്കും അള്ളാഹു ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എന്താണെന്ന് അവർക്കറിയാം. അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. റൂഹ് പിടിച്ച് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് മൃഗങ്ങൾ കണ്ടാൽ പോലും മയ്യത്തിന്റെ അലർച്ചയും അമർച്ചയും ആ മൃഗം കേൾക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കൊതുക് വന്ന് കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തല്ലാൻ വേണ്ടി ഇങ്ങനെ കൈ പൊക്കിയാൽ ആ കൈ ഇങ്ങനെ വരുന്ന വേഗതയെ കണക്കാക്കിയാൽ അന്തരീക്ഷത്തിന്റെ ഉള്ളിലൂടെ, ഈ വായുവിന്റെ ഉള്ളിലൂടെ കൈ ഇങ്ങനെ ചലിക്കുമ്പോൾ വായുവിൽ ഈ കൈയിന്റെ പ്രതലം തട്ടിയിട്ടുണ്ടാകുന്ന ഘർഷണ ബലത്തിന്റെ കമ്പന ശബ്ദം ഒരു കൊതുകിന് കേൾക്കാൻ കഴിയും. പക്ഷെ ഈ കൈ സ്വന്തം കയ്യ ആ ഉപയോഗിക്കുന്ന മനുഷ്യനത് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ജീവജാലങ്ങൾക്ക് നമ്മെക്കാളും വിവേക. മയ്യത്തിന്റെ ശബ്ദം മറ്റു ജീവജാലങ്ങൾ കേൾക്കുന്നു. മയ്യത്തിന്റെ കരച്ചിൽ, അലർച്ച, അമർച്ച ഒക്കെ കേൾക്കാണ്. എന്തിനേറെ, സുനാമി വരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആപത്ത് വരുമെന്ന സൂചന മൃഗങ്ങൾക്കുണ്ടായിരുന്നെന്നല്ലേ പത്രങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ തന്നെയാണല്ലോ. ആപത്ത് വരുന്നതിന് മുമ്പ് മൃഗങ്ങളും ജീവികളും പക്ഷികളും ഒക്കെ അവിടെ നിന്ന് കൂടൊഴിഞ്ഞു പോകും, ഒരു ആപത്ത് അവിടെ നിന്ന് വരുന്നെന്ന് കാണുമ്പോൾ. അങ്ങനെ അവർക്ക് അള്ളാഹു അതിൻ്റെതായ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചത് നമുക്ക് മാത്രമേ ഇപ്പൊ ഈ ദുൽഹിജ്ജയുടെ 10ാമത്തെ ദിവസം അതിന്റെ മഹത്വമൊക്കെ തിരിഞ്ഞത്. കാരണം അത്രയും യൂട്യൂബിലുള്ള ക്ലാസ്സുകളും ഖുർആൻ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് വയലും പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ വലിയ ആളുകളായി. അല്ല, നമ്മളൊന്നുമല്ല, നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവരാ. ദുൽഹിജ്ജയുടെ മഹത്വം, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആരാണെന്നുള്ള ബോധ്യപ്പെടലൊന്നും നമുക്കല്ല ഉണ്ടായിട്ടുള്ളത്, മറ്റുള്ള ജീവജാലങ്ങൾക്കാണ്. എല്ലാവരും സുജൂദ് ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും സുജൂദ് ചെയ്യും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വഴിപ്പെടാത്തവർ ആരുമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വഴിപ്പെടുക എന്നതിന് ഏറ്റവും വലിയ അലംഭാവം കാണിക്കുന്നവർ നമ്മളാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെടാത്തവർ നമ്മളാണ്. നമ്മൾ എന്തൊക്കെയോ യാന്ത്രികമായി കാട്ടിക്കൂട്ടുന്നു എന്നല്ലാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങിയിട്ടില്ല. എന്നിട്ടോ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്തൊക്കെയോ ആണ് എന്നാണ്. നമ്മുടെ ആ വിചാരം പലപ്പോഴും നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നത് നമ്മുടെ പരാജയത്തിലാണ്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞില്ലേ, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. ആകാശത്തിലും ഭൂമിയിലുള്ള സർവ്വരും അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബ്. സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ട്, ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നുണ്ട്, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, പർവ്വത കൂമ്പാരങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, സർവ്വ ചെടികളും ലതകളും എല്ലാ വൃക്ഷങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. വദ്ദവാബ്, പുഴു സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷി സുജൂദ് ചെയ്യുന്നുണ്ട്, പാമ്പ് സുജൂദ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. വദ്ദവാബ് വകസീറും മിനന്നാസ്, ജനങ്ങൾ പൂർണ്ണമായും സുജൂദ് ചെയ്യുന്നില്ല, പക്ഷെ കുറെ ആളുകൾ സുജൂദ് ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മെ ആ കുറെ ആളുകളിൽ പെടുത്തട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ വഴിപാട് ഇവിടെ ഒരു എല്ലാവരെയും പൂർണ്ണമായി പറഞ്ഞു കൊടുത്ത് മനുഷ്യരെ പൂർണ്ണമായും പറഞ്ഞില്ല. വകസീറും മിനന്നാസ്, കുറെ പേരൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്, കുറെ പേരൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്. വന്നജുമു വശജറു യസ്ജുദാൻ, ചെറിയ ചെറിയ വള്ളിച്ചെടികൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വലിയ വലിയ വൃക്ഷങ്ങളും സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
അല്ലെ സൂറത്തുർ റഹ്മാൻ. അപ്പൊ അള്ളാഹുവിന്റെ വഴിപാട് ഇവിടെ നടക്കുന്നുണ്ട്. അത് അറഫയുടെ നോമ്പ് വരുമ്പോ നമ്മൾ മാത്രമല്ല അതിനെ ശ്രദ്ധിക്കുന്നത്. കേട്ടോളൂ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഷാഫിഈ മദ്ഹബിലെ പ്രധാനമായ കിതാബാണല്ലോ, ഫിഖ്ഹിന്റെ പ്രധാനമായ കിതാബാണല്ലോ ബുജൈരിമി. അതിൽ മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ചില ഹദീസുകളുടെ പശ്ചാത്തലത്തിലുള്ള ചില ഉദ്ധരണികൾ കേട്ടോളൂ. ചില ഹദീസുകളിൽ കാണപ്പെട്ടത് അന്നൽ വുഹൂശ ഫിൽ ബാദിയത്തി തസൂമുഹു, ഈ ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസം, അനുബന്ധമായി അതിനോട് ചേർത്താൽ 8ാമത്തെ ദിവസവും പരിഗണിക്കാം. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ സുന്നത്ത് നോമ്പ്, ശക്തമായ സുന്നത്തുള്ള ഈ നോമ്പ് വനാന്തരങ്ങളിലെ വന്യജീവികൾ ഈ നോമ്പ് എടുക്കുന്നുണ്ട്. ചില മഹാന്മാരായ സൂഫിയാക്കൾ വനാന്തരങ്ങളിലെ ജീവികൾക്ക് വേണ്ടിയിട്ട് മാംസം കഴിച്ച് ജീവിക്കുന്ന വനങ്ങളിലെ ജീവിക്ക് വേണ്ടിയിട്ട് മാംസം കളക്ട് ചെയ്ത് കൊണ്ടുപോയി മാംസം തിന്ന് ജീവിക്കേണ്ട ജീവികൾക്ക് അവരുടെ ജീവിതാവാസ വ്യവസ്ഥയിൽ അവർ കാണുന്നോടത്ത് ഈ ജീവികൾക്ക് മാംസം കൊടുക്കാനായി മാംസം ശേഖരിച്ച് മഹാന്മാര് പോവുകയും വറമാഹു, അവരതിനെ എറിഞ്ഞ് ഇട്ട് കൊടുക്കുകയും ചെയ്തു. വായിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ, സിംഹം കടുവ പോലുള്ളതിന് വായിൽ വെച്ച് കൊടുക്കില്ലല്ലോ. വറമാഹു, എറിഞ്ഞിട്ട് കൊടുത്തു. മാംസത്തിന്റെ മണം അടിച്ചപ്പോ ആ ജീവി വരികയും അലൈഹി, ആ മാംസത്തിന്റെ അടുത്തേക്ക് വന്നു. വലം തഅകൂല്, അത് തിന്നില്ല. വസാറത്ത്, ആ ജീവി അതിന്റെ അടുത്തുനിന്ന് പോയതുമില്ല. തൻളുറു, അത് നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ആ പരിസരത്തിനുണ്ട്. അങ്ങനെ അത് നോക്കി. വത്തൻളുറു ഇല ശംസി, സൂര്യാസ്തമയത്തിലേക്ക് നോക്കി. വത്തൻളുറു ഇല ലഹ്മി, ആ ഇറച്ചിയിലേക്കും നോക്കി. അവിടെ നിന്ന് പോയതുമില്ല. അതിലേക്ക് നോക്കും, ഇറച്ചിയിലേക്കും നോക്കും, ആകാശത്തിലേക്ക് നോക്കും, സൂര്യൻ അസ്തമിക്കാറായോന്ന്. ഹത്താ ഗുറുബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ, ദുൽഹിജ്ജയുടെ നോമ്പ് തുറക്കേണ്ട നേരമാണ് എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ, ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസത്തിൽ നോമ്പെടുക്കുന്ന ഒരു പ്രതീതിയിൽ തന്നെ നോമ്പ് തുറക്കേണ്ട നേരം സൂര്യാസ്തമയമാണല്ലോ, അത് ഉറപ്പുവരുത്തിയപ്പോൾ അഖ്ബലത് ഇലൈഹി, ആ ഇറച്ചി കഴിക്കാൻ വേണ്ടി ആ ജീവി, ആ മാംസഭുക്കായ വന്യജീവി അതിന്റെ അടുത്തേക്ക് വന്നു. വലിയ വനാന്തരങ്ങളിലെ കാര്യം പറഞ്ഞത്. മിൻകുല്ലി നാഹിയ, വാങ്കങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് അസ്തമയം ഉറപ്പായപ്പോ ചറപ്പറാന്നങ്ങോട്ട് പെട്ടെന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ഇറച്ചിയെടുക്കാൻ വേണ്ടി ജീവജാലങ്ങൾ ഓടി വന്നു. അത് നോക്കി കുറെ ഇടങ്ങളിൽ ഒളിച്ചും പാത്തും ഒക്കെ ആയിട്ട് കുറെ ജീവികൾ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടി മിൻകുല്ലി നാഹിയ ധൃതി പിടിച്ചു വന്നു. ബുജൈരിമിയിലെ ഇബാറത്ത് കാണാം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പല കിതാബുകളിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അറഫാ നോമ്പ് എന്നറിയപ്പെടുന്ന ഈ ദുൽഹിജ്ജയുടെ 9ന്റെയും അതിന്റെ തലേ ദിവസമായ ദുൽഹിജ്ജ 8ന്റെയും നോമ്പ്, രണ്ടും ദുൽഹിജ്ജയിലെ അറഫാ ദിവസത്തിന്റെ നോമ്പിന്റെ സ്ഥാനത്ത് തലേന്നും പിറ്റേന്നുമായിട്ടുള്ളത്. രണ്ടും ഒരു പരിഗണനയാണ് മുത്തുനബി നൽകിയിട്ടുള്ളത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പിടിക്കുക, ഈ 5 നേട്ടങ്ങൾ നേടിയെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ഇറക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ഇറക്കുക. അള്ളാഹു നമ്മെ 2 ലോകത്തും രക്ഷപ്പെടുത്തട്ടെ.